7, 6, 5, 4, 3, 2, 1, 0. നമസ്കാരം. EOS-08 സാറ്റലൈറ്റുമായി നമ്മുടെ SSLV റോക്കറ്റ് കഴിഞ്ഞ ദിവസം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങളുടെ ആ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് ഈ SSLV വിജയത്തെ കാണുന്നത്. SSLV എന്നത് ഒരു ചെറിയ റോക്കറ്റാണ്. അതിൻ്റെ ഫുൾ ഫോം തന്നെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. PSLVയുമായും GSLVയുമായും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞൻ റോക്കറ്റ്. 2.5 മീറ്ററാണ് ഇതിൻ്റെ വ്യാസം, 35 മീറ്ററാണ് ഉയരം. അതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിൽ വഹിക്കാവുന്ന ഉപഗ്രഹങ്ങളുടെ ഭാരം എന്ന് പറയുന്നത് പരമാവധി 500 കിലോഗ്രാമാണ്. 500 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് ഈ ഉപഗ്രഹങ്ങളെ ഈ റോക്കറ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചെറിയ റോക്കറ്റിന് എന്താണപ്പാ ഇത്ര വലിയ പ്രാധാന്യം? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് ഇനിയും നിങ്ങൾ പിന്തുണയ്ക്കണം, അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് PSLV ഉണ്ട്. ഏതാണ്ട് 2000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ പോളാർ സിൻക്രണസ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുന്ന നല്ല ശക്തിമത്തായ റോക്കറ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റുകളിൽ ഒന്ന്. 93-ലാണ് PSLV ആദ്യമായി വിക്ഷേപിക്കുന്നത്. പിന്നീട് 60ഓളം വിക്ഷേപണങ്ങൾ അത് നടത്തി. അതിൽ ആകെ 2 പരാജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വളരെ ഒന്നാന്തരം ട്രാക്ക് റെക്കോർഡുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, അങ്ങനെ നമ്മുടെ ISROയെ വലിയ നേട്ടങ്ങളുടെ ആകാശങ്ങളിൽ എത്തിച്ച റോക്കറ്റാണ് PSLV. 108 ഉപഗ്രഹങ്ങളെ വരെ ഒരുമിച്ച് PSLV ലോഞ്ച് ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെ വളരെ ശക്തിമത്തായ PSLV ഉള്ളപ്പോൾ, അതുപോലെ PSLVയേക്കാൾ കരുത്തുള്ള 4000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ജിയോ സിൻക്രണസ് ഓർബിറ്റിൽ 37,000 കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ കഴിയുന്ന നമ്മുടെ ചാന്ദ്രയാനൊക്കെ വിക്ഷേപിച്ച GSLV Mark III പോലെയുള്ള റോക്കറ്റുകളും നമുക്കുണ്ട്. ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളും നമുക്കുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ചെറിയ റോക്കറ്റിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം? എന്തിനാണ് ഇത് ഇത്രയേറെ കൊട്ടിഘോഷിക്കുന്നത്? സംശയം തോന്നാം. എന്താണ് അതും ഈ ചെറിയ റോക്കറ്റിൽ ക്രയോജനിക് എഞ്ചിനൊന്നുമില്ല. ആ 3 ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായ ഖര മാത്രമാണ്. എന്നിട്ടും ഇതൊരു വലിയ സംഭവമായിട്ടാണ് മാധ്യമങ്ങളിലും ISROയും ഒക്കെ എടുത്തു പറയുന്നത്. അതിന് കാരണമുണ്ട്. ഇന്ന് ലോകത്ത് ആകമാനം നടക്കുന്ന ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഏകദേശം 80 മുതൽ 90% വരെ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളുടേതാണ്. 500 കിലോയ്ക്ക് താഴെയുള്ള സ്മോൾ, മൈക്രോ, മിനി ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്നതിൽ മഹാഭൂരിപക്ഷവും. എന്ന് വെച്ച് വലിയ ഉപഗ്രഹങ്ങളുടെ പ്രാധാന്യം ഇല്ലെന്നല്ല. ജിയോ സിൻക്രണസ് ഓർബിറ്റിലുള്ള വലിയ ടൺ കണക്കിന് ഭാരമുള്ള വലിയ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഉപഗ്രഹ വിക്ഷേപണ മാർക്കറ്റിൽ സിംഹഭാഗവും ചെറിയ ഉപഗ്രഹങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ PSLVയിൽ ഓരോ വിക്ഷേപണത്തിലും പലപ്പോഴും 6-7 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട്. ഒരു പ്രധാന ഉപഗ്രഹം, വലിയൊരു ഉപഗ്രഹം അതിലുണ്ടാകും. അതുകൂടാതെ ലോകത്തിലെ വിവിധ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേത്, സ്ഥാപനങ്ങളുടേത്, ഗവേഷണ സ്ഥാപനങ്ങളുടേത് ഒക്കെയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള വേറെ കുറേ ഉപഗ്രഹങ്ങളും ഉണ്ടാകും. അങ്ങനെ PSLVയിൽ 100 കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ PSLV തന്നെ പോരാ. കാരണം പറയാം. നമുക്കറിയാം, ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് ഓരോ തവണ വിക്ഷേപിക്കുമ്പോഴും ആ റോക്കറ്റ് പുതിയതായി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓരോ ഘട്ടങ്ങളായി എരിഞ്ഞെരിഞ്ഞ് ആ റോക്കറ്റ് പൂർണ്ണമായും ഇല്ലാതാകും. അങ്ങനെ അവസാനം ആ ഒരു ഉപഗ്രഹം മാത്രമായിരിക്കും ഓർബിറ്റിലെത്തുക. അടുത്ത വിക്ഷേപണത്തിന് വേണ്ടി ഈ റോക്കറ്റ് വീണ്ടും
ആദ്യം മുതൽ സീറോയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ നട്ടും ബോൾട്ടും മുറുക്കി വയറുകൾ മുറുക്കി കണക്ടറുകൾ ഘടിപ്പിച്ച് സെൻസറുകൾ ഘടിപ്പിച്ച് അങ്ങനെ സീറോയിൽ നിന്ന് പടുത്തുയർത്തുന്നതാണ് ഓരോ റോക്കറ്റും. ഏതാനും മിനിറ്റുകൾ മാത്രം പ്രവർത്തിച്ച് കടലിൽ വീണ് നശിച്ചു പോകുന്നതാണ് അതിൻ്റെ എഞ്ചിനുകളും ഘട്ടങ്ങളും എല്ലാം. അപ്പോൾ ഈ റോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു പടുകൂറ്റൻ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനുള്ളിലാണ് ഈ റോക്കറ്റ് 1 by 1 ആയി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. റോക്കറ്റിൻ്റെ വലിപ്പം കൂടുന്തോറും ഇതിനുള്ള സമയവും എടുക്കും. ഇപ്പം നമ്മുടെ ഒരു PSLV റോക്കറ്റ് ഇതേപോലെ ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു 30 ദിവസം മുതൽ 45 ദിവസം വരെ വേണ്ടി വരും. ഏതാണ്ട് 150-160ഓളം ആൾക്കാരുടെ ടീം രാവും പകലും നിന്ന് അതിസൂക്ഷ്മമായിട്ടാണ് ഈ റോക്കറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് ഇതിനെ വിക്ഷേപണത്തറയിലേക്ക് ലോഞ്ചിങ് പാഡിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ വളരെ ഹെർക്കൂലിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഓരോ റോക്കറ്റ് ലോഞ്ചും. അപ്പോൾ നമുക്കറിയാം 30-45 ദിവസം വേണം ഒരു PSLV ലോഞ്ച് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പരമാവധി എത്ര PSLV ലോഞ്ച് ചെയ്യാൻ പറ്റും? 45 ദിവസത്തിൽ ഏകദേശം 1.5-2 മാസം. ഒരു വർഷം 5-6-7 PSLVയെ ലോഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. PSLV വളരെ വിശ്വസ്തമായ റോക്കറ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ PSLVയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ക്യൂവിലാണ്. അവരുടെ ഉപഗ്രഹം, അവരുണ്ടാക്കിത്തരുന്ന ഉപഗ്രഹം നമ്മൾ ബഹിരാകാശത്ത് എത്തിച്ചു കൊടുക്കുക. ഒരു കോൺട്രാക്റ്റാണത്. ഒരു ലോഞ്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത്രയും സമയമെടുക്കും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്ക് അത് സാച്ചുറേറ്റായി PSLVയുടെ കപ്പാസിറ്റി. അപ്പോഴാണ് ഇങ്ങനെയൊരു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഒരു കാര്യത്തിനെപ്പറ്റി ISRO ചിന്തിച്ചത്. 500 കിലോയ്ക്ക് താഴെ ഭാരമുള്ളതാണ് PSLV ലോഞ്ച് ചെയ്യുന്ന ഉപഗ്രഹങ്ങളിൽ മഹാഭൂരിപക്ഷവും. ആ കാറ്റഗറിയിലുള്ള ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി വേറൊരു ലോഞ്ച് വെഹിക്കിൾ നമുക്കുണ്ടാക്കിയാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കില്ലേ? അങ്ങനെയാണ് SSLV ഉണ്ടാകുന്നത്. ഈ SSLVയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റാണ്. അതിന് 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്നത് ഖര ഇന്ധനമാണ്, സോളിഡ് ഫ്യൂവലാണ്. ഈ സോളിഡ് ഫ്യൂവലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. റോക്കറ്റിൻ്റെ ഘട്ടങ്ങൾ ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ആവശ്യം വരുമ്പോൾ എടുത്ത് യോജിപ്പിച്ചാൽ മതി. എന്നാൽ ലിക്വിഡ് ഫ്യൂവലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റുകൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല. അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രവുമല്ല, അതിൽ നേരത്തെ ഇന്ധനം നിറച്ച് വയ്ക്കാൻ പറ്റില്ല. ലോഞ്ചിന് തൊട്ട് മുമ്പ് മാത്രമേ ലിക്വിഡ് ഫ്യൂവൽ ഈ റോക്കറ്റ് എഞ്ചിനിൽ നിറയ്ക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇത്രയൊക്കെ സമയമെടുക്കുന്നത്. എന്നാൽ അത് സോളിഡ് ഫ്യൂവലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരത്തെ തന്നെ റോക്കറ്റിൻ്റെ ഘട്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. അത് കൂട്ടി യോജിപ്പിച്ച് ഒരു റോക്കറ്റ് ലോഞ്ചിന് തയ്യാറാക്കാൻ ഒരാഴ്ച സമയം മതി. അതിന് വേണ്ട ആൾക്കാരുടെ ടീമിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 10 പേര് പരമാവധി, അത്രയും പേർ മതി. 10 പേർ വിചാരിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഒരു SSLV ലോഞ്ച് ചെയ്യാൻ കഴിയും. അതേസമയം അത് PSLV ആണെങ്കിൽ 180 പേർ 1.5 മാസം രാവും പകലുമില്ലാതെ ജോലി ചെയ്യണം. അവിടെയാണ് ഇത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഒരു PSLV ലോഞ്ച് ചെയ്യണമെങ്കിൽ 150 കോടി മുതൽ 200 കോടി രൂപ വരെ അതിന് ചിലവുണ്ട്. എന്നാൽ ഒരു SSLV ലോഞ്ച് ചെയ്യാൻ വെറും 30 കോടി രൂപ മതി. അങ്ങനെ ചിലവ് കുറയുന്നു, മാൻ പവർ കുറച്ച് മതി, സമയം കുറച്ച് മതി. അങ്ങനെ മാസത്തിൽ വേണമെങ്കിൽ നമുക്ക് 4 SSLV വരെ ലോഞ്ച് ചെയ്യാം. 500 കിലോഗ്രാമിൽ താഴെയുള്ള ഉപഗ്രഹങ്ങളെല്ലാം ഈ SSLV വഴി ലോഞ്ച് ചെയ്യാം. കസ്റ്റമേഴ്സിൻ്റെ, നമ്മളെ സമീപിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സർവീസ് കൊടുക്കാൻ കഴിയും. നമ്മുടെ വരുമാനം കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ SSLV എന്ന് പറഞ്ഞ റോക്കറ്റ് കൊണ്ടുള്ളത്. അതുകൊണ്ടാണ് ISROയും രാജ്യവും SSLVയുടെ വിജയത്തെ ഇത്ര പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ISRO ചെയർമാൻ സോമനാഥ് സാറുമായി ഞാനൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ യൂട്യൂബിലൊക്കെ അവൈലബിളാണ്. അതിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു, എന്തിനാണ് സാർ നമുക്ക് ഇത്രയും വലിയ നല്ല ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ റോക്കറ്റിൻ്റെ ആവശ്യം ഇപ്പോൾ എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല.
അതുകൂടാതെ അദ്ദേഹം മറ്റൊരു ഡേറ്റ പറഞ്ഞെന്താണെന്നറിയോ? ആ സമയത്ത്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് SSLVയുടെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റൽ ഫ്ലൈറ്റ് ഫെയില്യൂറായിരുന്നു. അത് റോക്കറ്റ് പൊട്ടിത്തെറിച്ച് പോയൊന്നുമില്ല, പക്ഷേ കൃത്യമായി സാറ്റലൈറ്റിനെ ഇൻറ്റൻഡഡ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുന്നതിൽ അത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ ഡെവലപ്മെൻറ്റൽ ഫ്ലൈറ്റ് വിജയിച്ചു. 3 ഡെവലപ്മെൻറ്റൽ ഫ്ലൈറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഓപ്പറേഷണൽ ഫ്ലൈറ്റിലേക്ക് അത് പോവുക തന്നെയുള്ളൂ. അങ്ങനെ സെക്കൻഡ് ഡെവലപ്മെൻറ്റൽ ഫ്ലൈറ്റിൽ നിൽക്കുകയാണ്, ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ തന്നെ SSLVയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏകദേശം 2-3 വർഷക്കാലത്തേക്ക് SSLVയിൽ ഇപ്പോൾ സ്ഥലം പോലും ഇല്ലാതായി. അവർക്ക് കൊടുക്കാൻ അതുപോലെ ബുക്കിംഗ് ആയി കഴിഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് ISROയുടെ വിശ്വാസ്യതയാണ്. PSLV കാണിച്ച ആ ഒരു വഴിയുണ്ട്, ആ ഒരു വിശ്വാസ്യതയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസ്യതയും കഴിവുമാണ്. പിന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഇതേ ഒരു ഉപഗ്രഹം ഇപ്പം ഇവിടെ ഇവിടുന്ന് ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിക്കാൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു 15 കോടി രൂപയാണെന്നിരിക്കട്ടെ. ഇതേ ഉപഗ്രഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഡെൽറ്റയുടെയോ ഒക്കെ റോക്കറ്റിൽ ലോഞ്ച് ചെയ്യാനാണെങ്കിൽ ഈ 15 കോടിയുടെ സ്ഥാനത്ത് 50-60 കോടി കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറഞ്ഞ ചെലവിൽ വിശ്വാസ്യതയോടെ ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിക്കുന്ന ഒരു ഏജൻസി എന്നുള്ള ആ ഒരു പേര് ISROയ്ക്ക് ഇന്ന് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റോക്കറ്റുകളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സ്ഥാപനങ്ങളും രാജ്യങ്ങളും ക്യൂ നിൽക്കുന്നത്. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റോക്കറ്റ് ആവശ്യം തന്നെയാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മഹാഭൂരിപക്ഷം ഉപഗ്രഹങ്ങളും ഈ 500 കിലോഗ്രാം കാറ്റഗറിയിൽ താഴെയുള്ളതാണ്. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ വലിയ ഒരു പ്രോജക്റ്റുണ്ട്. ലോകം മുഴുവനും ഉപഗ്രഹം വഴി ഇൻ്റർനെറ്റ് എത്തിക്കുന്ന സ്റ്റാർലിങ്ക് പ്രോജക്റ്റ്. ഈ സ്റ്റാർലിങ്ക് വേണ്ടിയിട്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ മുഴുവനും 8, 10, 15 കിലോയുള്ള ചെറിയ ഉപഗ്രഹങ്ങളാണ്. അങ്ങനെയുള്ള 100 കണക്കിന് ഉപഗ്രഹങ്ങളുടെ ഒരു ക്ലസ്റ്ററാണ് ഈ ലോ എർത്ത് ഓർബിറ്റിൽ ഒരു 150, 200, 300 കിലോമീറ്റർ ഉയരത്തിൽ ഇങ്ങനെ പൊതിയാണ് ഭൂമിയെ. അങ്ങനെ ഈ ഉപഗ്രഹങ്ങളിലൂടെയാണ് സ്റ്റാർലിങ്ക് ഭൂമിയിലെല്ലായിടത്തും ഉപഗ്രഹ ഇൻ്റർനെറ്റ് എത്തിക്കാൻ പോകുന്നത്. അതുപോലെ ഒന്നാണ് UK OneWeb കമ്പനി. ആ OneWeb കമ്പനിയുടെ ഏതാണ്ട് 100ഓളം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചത് ഭാരതമാണ്. GSLV Mark 3 വഴി ബാഹുബലി റോക്കറ്റിലേറ്റി 2 ലോഞ്ചുകളിലായി 100ലധികം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ചു. ഇങ്ങനെ ലോകം മുഴുവനും ഉള്ള വലിയ വലിയ വൻ സ്ഥാപനങ്ങൾ ചെറിയ ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ വിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വലിയ മാർക്കറ്റിൻ്റെ ഒരു നല്ല ഷെയർ നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു ടൂളാണ് ഈ SSLV എന്നത്. അത് നമ്മുടെ ലോഞ്ച് ഫ്രീക്വൻസി കൂടും. ഇനി ഇത് മാത്രവുമല്ല, ലോഞ്ച് ഫ്രീക്വൻസി കൂടണമെങ്കിൽ റോക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കിപ്പോഴുള്ളത് ഒരേ ഒരു വിക്ഷേപണ കേന്ദ്രമാണ്. ആന്ധ്രാപ്രദേശിലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള ശ്രീഹരിക്കോട്ട. ഈ ശ്രീഹരിക്കോട്ട കൂടാതെ തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്ത് ഒരു പുതിയ ലോഞ്ചിങ് സ്റ്റേഷൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണ സജ്ജമാകും. അതിനുവേണ്ടി 1000 ഏക്കർ ഭൂമി അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലോഞ്ചിങ് സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലോകത്തിലെ ഒരു ലോഞ്ചിങ് സ്റ്റേഷനായിരിക്കും, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിരിക്കും കുലശേഖരപട്ടണം. അതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഇന്ധനം കുറച്ച് മതി, റോക്കറ്റിന് കൂടുതൽ ഫോഴ്സ് കിട്ടും, അതുകൊണ്ട് തന്നെ ചിലവ് വീണ്ടും കുറയും. ആ കുലശേഖരപട്ടണത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ലോഞ്ചിങ് സ്റ്റേഷൻ പൂർണ്ണമായും കൊമേഴ്സ്യൽ വിക്ഷേപണങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതായിരിക്കും. ഈ SSLV റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പോകുന്നത് ആ കുലശേഖരപട്ടണത്ത് നിന്നായിരിക്കും. അങ്ങനെ ഈ ചെറിയ റോക്കറ്റുകൾക്ക് വേണ്ടി, ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് വേണ്ടി പൂർണ്ണമായും കുലശേഖരപട്ടണം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ
വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും കൂടുതൽ ഗവേഷണ സൗകര്യങ്ങൾക്കും വേണ്ടി ശ്രീഹരിക്കോട്ട ഡെഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഗഗൻയാനൊക്കെ വിക്ഷേപിക്കാൻ പോകുന്നത് അവിടെ നിന്നായിരിക്കും. GSLV Mark 3, GSLV Mark 2, ഇനിയും വരാൻ പോകുന്ന NGLV, അതായത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, അങ്ങനെയുള്ള വലിയ കൂറ്റൻ റോക്കറ്റുകളെല്ലാം ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഈ ചെറിയ റോക്കറ്റുകളുടെ ചെറിയ ഉപഗ്രഹങ്ങളുടെ കൊമേഴ്സ്യൽ ലോഞ്ചുകളെല്ലാം കുലശേഖരപട്ടണത്തു നിന്നും ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ SSLV എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല എന്ന് മനസ്സിലായില്ലേ? SSLV കൊണ്ടുവരാൻ പോകുന്നത് അത്ര വലിയ സമ്പത്താണ്. സത്യത്തിൽ SSLV എന്ന് പറയുന്നത് ISROയുടെയും ഭാരതത്തിൻ്റെയും ഒരു പണം കായ്ക്കുന്ന മരമാണ്.